ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഡെയിലി വ്ളോഗ്സും പിന്നെ ഒത്തിരി ഷോർട്സ് തന്നെയാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ആൻ അൺബോക്സിങ് വീഡിയോ. കുറച്ച് നാളായല്ലോ, അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നൊരു ഫീൽ, അപ്പോൾ അതുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് 2 പാക്കേജാണ് ഉള്ളത്. ആ 2 പാക്കേജും ഷീനിൻ്റെ പാക്കേജാണ്. സോ മൊത്തത്തിൽ വി ക്യാൻ സേ ഇതൊരു ഷീൻ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഷീനിൻ്റെ ആനിവേഴ്സറി കളക്ഷൻ ആൻഡ് FW കളക്ഷൻ, ആ 2 കളക്ഷൻസാണ്. ഒരു പാക്കേജിൽ അതാണ്, ഒരു പാക്കേജിൽ മറ്റേതാണ്, അങ്ങനെ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ശരിക്കും സെപ്റ്റംബർ ക്യാമ്പയിനാണ്, പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി. അത് ഒരു പാക്കേജ് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, ഒരു പാക്കേജ് കുറച്ച് ലേറ്റായി. അപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പാണ് കിട്ടിയത്. അപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ഒരു 2 ഡേയ്സ് ഉള്ളപ്പോഴാണ് എനിക്കിത് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് ചെയ്തിട്ട് കൊടുക്കാൻ മാത്രം ഞാൻ അത്ര ഭയങ്കര എന്താ പറയുക, വർക്കിലോട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളെന്ന് ഞാൻ പറയൂല. സോ എന്തായാലും ലേറ്റായി, പക്ഷേ ഒരു പാക്കേജ് വന്നിട്ട് ഒരാഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും എനിക്ക് ടൈം ഉണ്ടായിരുന്നു കൊടുക്കാൻ, പക്ഷേ ഞാനിത് അൺബോക്സ് ചെയ്യാതെ ഇങ്ങനെ വെച്ച് അവസാനം ഞാൻ വിചാരിച്ചു 2 കൂടെ വന്നപ്പോൾ 2 കൂടെ ഒന്നിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യേണ്ട ടൈം എന്നോ തീർന്നു. ഈ ഒരു സെപ്റ്റംബറോട് കൂടിയിട്ട് നമ്മളിത് 2 പാക്കേജും ശരിക്കും സ്റ്റൈൽ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ മടി പ്ലസ് ഒരു പാക്കേജ് അവർ ലേറ്റ് ആക്കിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു സെപ്റ്റംബർ ലാസ്റ്റ് യൂട്യൂബിലെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈം. അപ്പോൾ ഇത് 2ആണ് പാക്കേജസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം, കാരണം ഇതാണ് ആദ്യം വന്നത്. ഇത് FW കളക്ഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കുറച്ച് വലിയ പാക്കേജും. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ്. അപ്പം അൺബോക്സ് ചെയ്യാം ഗൈസ്. എനിക്കിത് നിങ്ങളെ കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യണമെന്നുണ്ട്. ഓപ്പൺ ചെയ്തു. ഇനി ഓരോന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഡാസിയുടെ എന്തോ സാധനമാണ്. ലെറ്റ്സ് സീ എന്താണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അൺബോക്സ് ചെയ്ത സാധനം. ഒരു ട്രെഞ്ച് കോട്ടാണ്, ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു നമ്മുടെ തൈസൊക്കെ വരെ ലെങ്ത്ത് വരുന്ന ഒരു ട്രെഞ്ച് കോട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇനി സൗദിയിൽ നമുക്ക് ഭയങ്കര തണുപ്പ് വരാൻ പോവുക. അപ്പോൾ ഇങ്ങനത്തെ കോട്ട് ഐറ്റംസ് ആൻഡ് ജാക്കറ്റ്സ് ഒക്കെ നിർബന്ധമായിരിക്കും. ഇനി നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ട് അതിന് മേലെ ഇങ്ങനത്തെ ജാക്കറ്റ്സ് എന്തെങ്കിലും ഇട്ടേ പറ്റൂ. രാത്രിയൊക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ അങ്ങനെ കഴിയുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇത് ഭയങ്കര നിർബന്ധമാണ് നമുക്ക്. സോ ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചതാണ്. ആൻഡ് ഇത് ഡാസി എന്ന് പറഞ്ഞിട്ട്, ഷീനിൽ തന്നെ ഡാസി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ആ ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതൊക്കെ. എനിക്ക് ശരിക്കും ഷീനിൽ ഡാസിയുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു കൊറിയൻ ടച്ച് ഉണ്ടാവും. അധിക ഡ്രസ്സുകൾ എടുത്ത് നോക്കിയാലും ഒരു കൊറിയൻ ടച്ച് ആയിരിക്കും. പിന്നെ അതിൻ്റെ മോഡൽസും ഒരു കൊറിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നും. നമ്മളിട്ടാൽ അത്ര തന്നെ എത്തില്ലെങ്കിലും ഏകദേശമൊക്കെ ഒപ്പിക്കാം. അപ്പോൾ എന്തോ അത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു ബലൂൺ സ്ലീവൊക്കെ പോലെയാണ് വരുന്നത്. ആൻഡ് നമുക്കിത് ടൈ ചെയ്യാനുള്ള ബെൽറ്റ് ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ ടൈ ചെയ്യുക, അല്ലെങ്കിൽ അത് അയച്ചിട്ട് ഇടാം. ഞാൻ ചിലതൊക്കെ അയച്ചിട്ട്, ഞാൻ അധികം ടൈ ചെയ്യാറില്ല. ഇങ്ങനത്തെ കോട്ടിൽ എനിക്കിങ്ങനെ ടൈ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഇഷ്ടമില്ല. പിന്നെ ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇടണമെങ്കിലും അങ്ങനെ ഇടാം. അപ്പോൾ അകത്തിട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇടാറുണ്ട്. അപ്പോൾ അകത്തിട്ടിരിക്കുന്ന ഡ്രസ്സും കാണും, പിന്നെ പുറത്ത് ഈ ഒരു കോട്ടും വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇത്. പിന്നെ ദേ ഇവിടെ ഒരു കോളർ പോർഷനിൽ ഇങ്ങനെ ഒരു ബട്ടൺസൊക്കെ വരുന്നുണ്ട്. നൈസ്, അത്യാവശ്യം തിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോൾഡിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ആൻഡ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആവില്ല ശരിക്കും. പക്ഷെ എന്നാലും ഓവറോൾ ലൈക്ക് കുറച്ച് തിക്കാണ്. പിന്നെ ഞാൻ പറയില്ല, തണുപ്പിനല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പുറത്തുനിന്നുള്ള തണുപ്പ് ഉള്ളിലോട്ട് അടിക്കാതിരിക്കാൻ ബെറ്റർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ഇതാണ് നെക്സ്റ്റ് വൺ. ഇതൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇതും ഡാസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് വാങ്ങിച്ചാലും ഡാസിയിലോട്ടാണ് ലാസ്റ്റ് എത്തുക. അപ്പോൾ ഇതും ഡാസിയിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, ഇതൊരു സ്വെറ്റ് പാൻസ് ആണ്, ഡാർക്ക് ബ്ലൂ കളറിൽ.
ഡാർക്ക് ബ്ലൂ കളറിൽ ഇവിടെ ഒരു ബോനോട്ടെല്ലാം വരുന്നുണ്ട് വൈറ്റ് കളറിൽ. വാവ്, നല്ലുണ്ട്. ആൻഡ് അടിഭാഗത്ത് ലാസ്റ്റിക് വരുന്നുണ്ട്. പോക്കറ്റ്സ് എപ്പോഴും ഉള്ള പോലെ പോക്കറ്റ്സ്. പിന്നെ നമ്മുടെ സൈസിന് നമുക്ക് ടൈ ചെയ്യാൻ ഇവിടെ ഒരു റോപ്പ് വരുന്നുണ്ട് ആൻഡ് ലാസ്റ്റിക് ഓൾസോ. സോ യാ, നല്ല മെറ്റീരിയൽ. ലൈക്ക് നമ്മുടെ സ്വെറ്റ് പാൻസിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു മെറ്റീരിയൽ, ഒരു എലാസ്റ്റൈൻ മിക്സ് ആയിട്ടുള്ള ഒരു പോളിസ്റ്റർ കോട്ടനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അടിപൊളി. എലാസ്റ്റിൻ മിക്സ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രെച്ചബിളും ആണിത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ദിസ് ഈസ് ഓൾസോ ഫ്രം ഡാസി. ഞാൻ ഡാസി ഫാനാണ്. എന്തെടുത്താലും ഞാൻ ഡാസിയിലോട്ട് ലാസ്റ്റ് എത്തുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ സത്യമാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇതൊരു പോളിയമായിട്ട് മെറ്റീരിയലാണ് വരുന്നത്. ഒരു എങ്ങനെ പറയുക, ഒരു പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു ഇതില്ലേ, റെയിൻ കോട്ടിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ. പക്ഷെ എന്നാൽ പക്ക റെയിൻ കോട്ടിൻ്റെ അല്ല. റെയിൻ കോട്ട് കുറച്ചുകൂടി ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലേ, ഇത് അത്ര തന്നെ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല, പക്ഷേ അങ്ങനെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ മോഡൽ പിക്കിന് ആ സൈഡിൽ കൊടുക്കുക. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഞാൻ ഇവിടെ കൊടുക്കാം, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് വരുന്നത്. ഇതൊരു കളർ ബ്ലോക്ക് ജാക്കറ്റ് നമുക്ക് പറയാം. ഒരു സിബ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ല, ഇനി നമുക്ക് ഓപ്പൺ അല്ലാണ്ട് ഇങ്ങനെ സിബ് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓൾസോ കഴുത്തിൻ്റെ പോർഷനിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ മറ്റേ ഈ സാധനമില്ലേ ഇലാസ്റ്റിക്കിൻ്റെ, അത് വരുന്നുണ്ട്. അടിപൊളി. എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഇത് ഞാൻ ശരിക്കും ഈ കാണിച്ച സ്വെറ്റ് പാൻസ് ഇല്ലേ അതിനോട് കൂടിയിട്ട് നമുക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് ഇതിലും നേവി ബ്ലൂ ഇവിടെ വരുന്നുണ്ട്, ഇതിലും നേവി ബ്ലൂ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ മാച്ച് ആക്കിയിട്ട് വാങ്ങിച്ചതാണ് ആക്ച്വലി. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. സോ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ്, രണ്ടിനും വേറെ വേറെ കോഡാണ്. അപ്പോൾ രണ്ടിൻ്റെ കൂപ്പൺ കോഡും ഞാൻ ലാസ്റ്റ് ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ ഇനി അടുത്തത് ഇത് ഇതും ഡാസിയുടെ പ്രോഡക്റ്റാണ്. ഇതും ഒരു ട്രെഞ്ച് കോട്ട് തന്നെയാണ്. അല്ല, നോട്ട് ട്രെഞ്ച് കോട്ട്, ഒരു ചെറുതാണിത്. ലൈക്ക് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആ ഒരു പോർഷൻ വരെയേ ഉള്ളൂ, കുഞ്ഞിതാണ്. സാധാ ഒരു ടോപ്പിൻ്റെ ലെങ്ത്തേ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് വിൻ്ററിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. മോഡൽ ഇട്ടിരിക്കുന്ന പിക്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ മോഡൽ പിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്കും നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ. അപ്പോൾ ഇത് ഇട്ടിട്ട് വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ നല്ല ഭംഗി തോന്നുള്ളൂ. ആൻഡ് ഇവിടെ കയ്യിൽ ഇതിൻ്റെ സ്ലീവ്സാണിത്. സ്ലീവ്സിൽ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരിത് വരുന്നുണ്ട്. സോ നമുക്കിങ്ങനെ ഇങ്ങനെ നീക്കിയിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഷോൾഡർ പോർഷനിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലൈക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് കയറിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു വേറെ ഒരു ടൈപ്പ്, കുറച്ചും കൂടെ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇട്ടാൽ അങ്ങനെയും അടിപൊളിയായിരിക്കും. അയ്യോ, എനിക്ക് ഈ ഒരു ആപ്രിക്കോട്ട് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കുറേ ഉണ്ടായിരുന്നു. അതോ ഇവിടെയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഏകദേശം ആ ഷെയ്ഡാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഷെയ്ഡിനോട് എന്തോ ഒരു താല്പര്യം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിക്കും. കാരണം ഇതൊരു ഈ ആപ്രിക്കോട്ട് ഷെയ്ഡ്, ഒരു ബേജ് ഷെയ്ഡൊക്കെ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്കിനോടാണെങ്കിൽ ബ്ലാക്കിനോട് നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു ആപ്രിക്കോട്ട് ഷെയ്ഡ് അല്ലെങ്കിൽ ബേജ് ഷെയ്ഡ്. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. സോ അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോട് മാച്ച് ആയിട്ടുള്ള എന്തോ ഒന്നാണ്.
ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടിനോട് പെർഫെക്റ്റ്. ഓക്കെ, ദിസ് ഈസ് എ വെസ്റ്റ്. ഒരു വെസ്റ്റാണ്, മറ്റേ നിറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന വെസ്റ്റ്. ഭയങ്കര ബ്രീത്തബിൾ മെറ്റീരിയലാണ്, ബിക്കോസ് കുറേ ഹോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമുക്കിവിടെ ബട്ടൺസ് ഉണ്ട്. ഒരു വുഡിൻ്റെ കളറൊക്കെ ആയിട്ടുള്ള ബട്ടൺസ് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ വെസ്റ്റ് പോലെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ട് വെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും. ഇപ്പോൾ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ആൻഡ് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. കണ്ടോ, നല്ലുണ്ട് കേട്ടോ ശരിക്കും. ഇവിടെ ഒരു കേർവ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് താഴ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള ഒരു ബലൂൺ സ്ലീവില്ലയോ, അല്ലെങ്കിൽ ഇതേ നോർമലി ഇതേപ്പോൾ ഇങ്ങനത്തെ എനിക്ക് എത്തുന്നില്ല, അങ്ങനത്തെ ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്താലും നല്ല ഉണ്ടാവും. ഇത് കുറച്ച് ദൂരമാണ്, അതുകൊണ്ട് എനിക്ക് എത്തുന്നില്ല. യാ, അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പ് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്താലും നല്ല ഉണ്ടാവും. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഓപ്പൺ അല്ലാണ്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പം ഞാനെന്തായാലും ഇത് അറിയില്ല എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതിനകത്തിടുന്ന ഡ്രസ്സ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇട്ട് നോക്കിയിട്ടായിരിക്കും ഞാൻ തീരുമാനിക്കുക, അങ്ങനെയാണോ ഭംഗി ഇങ്ങനെയാണോ ഭംഗി. കാരണം ഇത് ഇടുമ്പേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, ഏതാ കൂടുതൽ ഭംഗി, എങ്ങനെയാണോ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഫോട്ടോയിലൊക്കെ ഏതായിരിക്കും ഭംഗി, എങ്ങനെയാണെന്നൊക്കെ ലൈക്ക് ഒന്നും കൂടെ മോഡസ്റ്റ് ആവാനും എല്ലാത്തിനും ഏതാ ബെറ്റർ നമുക്ക് ഇട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. സോ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ വരെ ഓക്കെ ഈ ഒരു ഇതിനോട് ഇത് മാച്ച്, ഇതിനോട് അത് മാച്ച് എന്നൊക്കെ ഞാൻ അപ്പയാ ഫിക്സ് ചെയ്യാറൊക്കെ. അപ്പോൾ യാ, നൈസ്. അപ്പോൾ ഇനി ഒരു സാധനം കൂടെ ഉള്ളൂ. ഇതൊരു ബാഗാണ്. ഷീനിൽ തന്നെ ഒരു പ്രീമിയം ബ്രാൻഡ് ഉണ്ട്, മോത്ഫ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. തെറ്റാണെങ്കിൽ നിങ്ങളെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ പറയാം. മോത്ഫ്, MOTF, അതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത്. അപ്പോൾ പ്രീമിയം കളക്ഷൻസ്, അതിൻ്റെ ഒരു 2-3 തവണയൊക്കെ ഞാൻ അതിൻ്റെ സ്കേർട്ട് അതുപോലെ ടോപ്പൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് ആ ക്ലോത്ത് വേറെ നമുക്ക് അറിയും, ഭയങ്കര ഒരു സോഫ്റ്റൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ക്ലോത്ത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബാഗാണിത്. ആൻഡ് ആസ് യൂഷ്വൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് ഇവിടെ ഒരു ബാംബു ഹാൻഡിൽസ് ആണ് വരുന്നത്. നൈസ്. ശരിക്കും ഇതൊരു ബീച്ചി ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. ആപ്രിക്കോട്ട് ഷെയ്ഡ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് അവർ നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ എയർ ഫില്ല് ചെയ്ത പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇതിനെന്താ പറയുക, അയ്യോ ഇതിനെന്താ പറയുക, മറന്നുപോയിടാ മറ്റേ ഇങ്ങനെ, അയ്യോ അതിനെന്താ പറയുക, എന്തോ മൈൻഡ് പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. അമ്മേ ഇതിനെന്താ പറയുക, ഗൈസ് മൊത്തത്തിൽ എൻ്റെ ബുദ്ധി അടിച്ചു പോയി. അയ്യോ എന്താണേലും ഇതിലിങ്ങനെ തൂക്കുന്ന മറ്റേ ഹാൻഡിലില്ലേ, ഇതിനെന്താ പറയുക, എൻ്റെ അമ്മയെ എനിക്ക് മൈൻഡിൽ, ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതായി സാധനത്തിൻ്റെ പേര്, എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് ബ്ലാങ്കായി. ഇത് അയക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഓക്കെ അയച്ചു. അപ്പോൾ അതിൻ്റെ എൻ്റെ മൈൻഡ് അടിച്ചു പോയിട്ടാ. ഹാൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമില്ല, ഇതിൻ്റെ എന്ത് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലേ, എൻ്റെ മൈൻഡ് അടിച്ചു പോയി. എനിക്ക് സത്യമായിട്ടും ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞ് ഇതിൻ്റെ നെയിമൊക്കെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷെ എനിക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വലുതാക്കിയിട്ട് ഇങ്ങനെ സ്ലിംഗ് ബാഗ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ഇവിടെ ഫിറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഒന്ന് നിവർന്ന് വരാനുണ്ട്, കാരണം ഇതിങ്ങനെ മടങ്ങി വെച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മടക്കത്തിലുള്ള. അപ്പോൾ അതെ, അയ്യോ നല്ല രസമുണ്ട്. ഒരു ബീച്ച് ഡ്രസ്സിനോടൊക്കെ കൂടിയിട്ട് ഞാനൊരു മോഡൽ പിക്ക്, ആ മോഡലിൽ ശരിക്കും ആ മോഡൽ മൊത്തത്തിൽ അടിച്ചു പോയിടാ, എന്തൊക്കെയോ പറയുന്ന കേട്ടോ ഞാൻ. ആ ഒരു മോഡൽ ഇട്ടിരിക്കുന്ന അഗെയിൻ. ഓക്കെ, അപ്പോൾ ഷീനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു മോഡൽ പിക്കില്ലേ, അതിൽ വന്നിരിക്കുന്ന ആ മോഡൽ ശരിക്കും ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ തന്നെയാണ് ഇതിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. എനിവേ ഇതൊരു ബീച്ചിലോട്ട് പറ്റുന്ന ശരിക്കൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ബാഗാണ്.
ശരിക്കും ഇത് ഇതിലോട്ട് ഭയങ്കര എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ബാംബു ഹാൻഡിൽ, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നൈസ്, ഭയങ്കര നല്ല ക്വാളിറ്റി ആട്ടോ ഇത്. ഈ മോത്ത് ശരിക്കും ഭയങ്കര അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കേജിൽ ഇത്രയേ ഉള്ളൂ. ഇത് FW കളക്ഷൻസ് ആണ് ഷീനിൻ്റെ. ഇനി നമുക്ക് ദേ ഇരിക്കുന്ന ആനിവേഴ്സറി കളക്ഷൻസ് നോക്കണ്ടേ? അപ്പം നമുക്ക് ഇത് നോക്കാം. സത്യത്തിൽ എൻ്റെ മൈൻഡിൽ നിന്ന് എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുള്ള പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിസേഴ്സ് കാണുന്നില്ല, കൈ വെച്ചിട്ട് പൊട്ടിക്കാം. നെക്സ്റ്റ് പാക്കേജിലുള്ള സാധനങ്ങൾ നോക്കാം. വീണ്ടും എൻ്റെ സ്വന്തം ഡാസി. അമ്മോ, ഡാസിയുടെ പ്രോഡക്ട്സ്. ഇതും ഒരു ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ നമ്മളൊരു ബോനോട്ട് വരുന്ന ഒരു സ്വെറ്റ് പാൻസ് കണ്ടില്ലേ, അതുപോലെ ബോനോട്ട് വരുന്ന ഒരു ജീനാണിത്. ഒരു വൈറ്റ് ലെഗ് ജീൻസ്, ഫുൾ ബോനോട്ട് വരുന്നുണ്ട്. ഇതിൽ ഫുൾ വൈറ്റ് ബോ കണ്ടില്ലേ? അയ്യോ, അടിപൊളിയല്ലേ? നൈസ്. ശരിക്കും ഞാൻ കാണിച്ച ആ ഒരു ഡാസിന്ന് തന്നെ മേടിച്ച ഒരു ജാക്കറ്റ് ഇല്ലേ, കളർ ബ്ലോക്ക് ആയിട്ട് വരുന്നത്, അത് ഇതിലോട്ട് നല്ല രസം ഉണ്ടാവും. പക്ഷെ ഇതിലോട്ട് ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, അത് തന്നെ ഇതിലോട്ട് ഞാൻ ഇട്ടുണ്ടാവുള്ളൂ. നോക്കാം. അതാണ് ഇത്. ഇതും ഡാസി ഇത് തന്നെ. ഡാസിയാണ് എൻ്റെ എല്ലാം. ദേ ബോനോട്ടൊക്കെ വരുന്നത് തന്നെ ഒരു ജാക്കറ്റ്. സി, ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ജാക്കറ്റ്. കുറേ ബോകളുണ്ട് ഇവിടെ, വൈറ്റ് ബോസ് 2 സ്ലീവ്സിലും. ആൻഡ് ഇതിൻ്റെ ഇവിടെ ഒരു ബോ വരുന്നുണ്ട്, സെൻറ്ററിൽ സിബ് വരുന്നുണ്ട്. അപ്പോൾ സിബ് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഞാനിടുക. എനിക്കിങ്ങനെ ജാക്കറ്റ്സ് എനിക്ക് ഇങ്ങനെ സിബ് ഇട്ടിട്ട് ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലൊരു വൈറ്റ് ഇന്നറൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പാൻസും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്, ഡാർക്ക് ബ്ലൂ ഇല്ലേ ആ ഒരു ഷെയ്ഡ്. അതിലോട്ട് ഈ ഒരു ജീനും കൂടി ഇടുമ്പോൾ സെറ്റായിരിക്കും. ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ വരുമ്പോൾ നല്ല ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ഔട്ട്ഫിറ്റ്. അടുത്തത് ഔട്ട്ഫിറ്റ് അല്ല, ഒരു ബാഗാണ്. പൊതുവേ ഷീനിൽ നമുക്ക് ബാഗ്സ് അങ്ങനെ ഇങ്ങനെ അവർ കളക്ഷൻസ് അയക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് 2 ക്യാമ്പയിനിലും ബാഗ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ബാഗ്. ഇതൊരു സാഡിൽ ബാഗാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് ഇപ്പോൾ കാണിച്ചു തന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഒന്നുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചമ്മന്തി ആയിട്ടായിരിക്കുന്നത്, ഇത് മനസ്സിലാവില്ല. ഞാൻ ഇതിലെന്തെങ്കിലുമൊക്കെ ഫിൽ ചെയ്തിട്ട് വരാം. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഇതിനകത്ത് ഒരു ഡ്രസ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ല കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ കാണിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ ഈ ബാഗ് എങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതാകെ ഒടിഞ്ഞ് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഈ ബാഗെന്ന് മനസ്സിലാവില്ല. ഒരു സാഡിൽ ബാഗാണ്. ഇവിടെ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട്, ഒരു നോട്ട് വരുന്നുണ്ട്. ഒരു ബിസിനസ് കാഷ്വൽ ലുക്ക് അങ്ങനെ പറയാം നമുക്ക്. ഈ ഒരു ഞാൻ ലാസ്റ്റ് ഞാൻ ഷോർട്സിലും ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബിസ്വെയറിൽ ഞാനൊരു ബ്ലാക്ക് വെസ്റ്റ്, ഒരു വൈറ്റ് ലെഗ് പാൻസ് ഒക്കെ ഇട്ടില്ലേ, ഒരു ബിസിനസ് ക്ലാസ് ലുക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു ലുക്കിനോട് ബെസ്റ്റായിരിക്കും ഈ ബാഗ്. നല്ല ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽ, നല്ല ലെതർ പോലത്തെ ലെതർ ഞാൻ തോന്നുന്നു. എനിവേ നല്ല മെറ്റീരിയൽ. ഇതിനകത്ത് ഞാൻ എന്താ വെച്ചത് എന്നൊന്നും ചോദിക്കരുത്. ഒരു ചുരിദാറിൻ്റെ പാൻസ് എടുത്തിട്ട് ഇതിനകത്ത് വെച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ സാധനങ്ങൾ ഉള്ളിൽ കയറും. അപ്പോൾ അതെ, ഇതാണ് ഒരു സാഡിൽ ബാഗ്. ഇതിന് പക്ഷേ ഇതൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അത് വെറുതെ ഞാൻ പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ആപ്രിക്കോട്ട് ഷെയ്ഡിൽ ഒരു 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 ടോപ്പ്, ചെറിയ ഒരു ടോപ്പ്, പ്രിൻ്റൊക്കെ വരുന്ന ഒരു ടോപ്പ്. എന്ത് പ്രിൻ്റ് ഇത്? ലീഫല്ല, ലീഫൊക്കെ പോലൊരു സാധനം. ഡാർക്ക് ബ്രൗൺ പ്രിൻസ് ആണ് വരുന്നത്. മുന്നിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ആൻഡ് ഇതിനോട് കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കേർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിനെ ഇപ്പോൾ കാണിച്ചു തരാം. അത് നല്ല ഉണ്ട് കേട്ടോ. അതും ഇതും കൂടെ പെയർ ചെയ്താൽ നല്ല ഉണ്ടാവും. സോ ഇത് ബലൂൺ സ്ലീവ്സ് എന്ന് പറയാൻ മാത്രമില്ല, ചെറിയൊരു ഫ്രിൽസൊക്കെ കൊടുത്തിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്.
ഇവിടെയും ചെറിയൊരു ഫ്രിൽസൊക്കെ കാണുന്നുണ്ട്. അതേ ഇങ്ങനെ ഒരു വി നെക്കായിട്ട് വരുന്ന ഒരു ടോപ്പ്. അപ്പോൾ ഇതിനോട് ഞാൻ പെയർ ചെയ്യാൻ പറ്റിയ ഒരു സ്കേർട്ടും കൂടെ ഇതിൽ വാങ്ങിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ സ്കേർട്ട്. അതിൻ്റെ കൂടെ ബെൽറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കിത് വാങ്ങിച്ചപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ബെൽറ്റ് വരുന്നുണ്ടോ. ഞാനാണെങ്കിൽ ഇത് ആരെങ്കിലും മേടിച്ചതിൽ നമ്മളിങ്ങനെ നോക്കൂലേ അതിലെങ്ങനെയൊക്കെയാണ് വരുന്നത്, അത് നോക്കാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ആൻഡ് ഇതാണ് ആ സ്കേർട്ട്. നല്ല തിക്ക് മെറ്റീരിയൽ കേട്ടോ. ചെറിയൊരു എലാസ്റ്റിക് കൂടെ ഉണ്ട്. സോ ഇതൊരു എനിക്ക് തോന്നുന്നു പോളിസ്റ്റർ പ്ലസ് എലാസ്റ്റിൻ മിക്സ് ആയിരിക്കും. ചെറുതായിട്ട് പക്ഷെ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ. സോ മറ്റേ നീലടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ചില സ്കേർട്സിനൊക്കെ അങ്ങനെ പ്രശ്നം വരുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ആണ്. ഇവർ ഫുൾ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾ ഇടുമ്പോൾ ഈ ബട്ടൺസൊക്കെ ഫുൾ ഇട്ടിട്ട് വേണം ഇടാൻ. ഇപ്പം ഇതിൻ്റെ ബെൽറ്റ് വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ബെൽറ്റ് വരിക ഇവിടെ ഇങ്ങനെ വരും. പക്ഷേ ഇത് ബെൽറ്റിൻ്റെ മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തിയിട്ട് നിൽക്കും. ഞാൻ ഫോട്ടോ ഇവിടെ ഇതിൻ്റെ കൂടെ കൊടുക്കാം, മോഡലിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിലോട്ട് ഈ ഒരു സ്കേർട്ടിലോട്ട് എൻ്റെ മൈൻഡിന് എന്തായി അമ്മോ, ഈ ഒരു സ്കേർട്ടിലോട്ട് ഈ ഒരു ടോപ്പ് പെയർ ചെയ്താൽ സെറ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ബെൽറ്റൊക്കെ വരുന്നത് ഈ ഒരു ഇതിലെ ഫ്ലവറിൻ്റെ അതേ കളറാണ്. സോ നമ്മളിതിങ്ങനെ മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്താൽ ശരിക്കും പക്ക ഒരു മാക്സി ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ട പോലെ ഉണ്ടാവും. ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണെന്നൊന്നും പറയൂല. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ. ഇപ്പം ഇന്ന് 2 പാക്കേജ് നമ്മൾ അൺബോക്സ് ചെയ്തു. പക്ഷെ ഇന്ന് മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു കിളി പോയ എഫക്റ്റ് ഉണ്ട്. അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അന്നിപ്പോൾ പുറത്ത് പോയിട്ട് കുറച്ച് ടയേർഡായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് വേർഡ്സൊക്കെ ഇങ്ങനെ മിസ്സിങ് ആവുമോ, അതാണ് എനിക്കറിയാത്തത്. എനിക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ നാവൊന്നും അങ്ങ് വഴങ്ങുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ടോ ഗൈസ്? എന്താണേലും എൻ്റെ അവസ്ഥ ഇന്ന് എന്തോ ആയിട്ടുണ്ട്. മൊത്തത്തിലൊരു എന്തൊക്കെ ഒരു മിസ്സിങ് ആണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ ഇന്ന് 2 പാക്കേജ് നമ്മൾ അൺബോക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഡ്രസ്സ് ഏതാ എന്നൊക്കെ പറയാം. ഓൾസോ ഇതിൻ്റെ കൂപ്പൺ കോഡ് പറയണ്ടേ? അതാ പറഞ്ഞത്, ഞാൻ എന്തെല്ലോ മറക്കുന്നിട്ടാ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും കൂപ്പൺ കോഡ്സ് ഞാനിവിടെ കൊടുക്കാം. ഫസ്റ്റ് പാക്കേജിൻ്റെ കൂപ്പൺ കോഡും കൊടുക്കാം. പിന്നെ നമ്മൾ സെക്കൻഡ് അൺബോക്സ് ചെയ്ത ആനിവേഴ്സറി പാക്കേജിൻ്റെതും ഞാൻ കൂപ്പൺ കോഡ് കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൂപ്പൺ കോഡ് കൊടുക്കാം കേട്ടോ. പിന്നെ അതല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ടിം ആക്കി വെക്കുക. സോ ബൈ.